ഷെർലോക്ക് ഹോംസിനെ ഒന്ന് കേരള സ്റ്റൈലിൽ പിടിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമ. വെൽക്കം ടു സിനി നിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം നിക്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒരു ഓഫ് ബീറ്റ് ത്രില്ലറാണ്. ആവശ്യത്തിന് ചിരിയും ആക്ഷൻ സീനുകളുമുള്ള ഒരു ഇൻ ആൻഡ് ഔട്ട് മമ്മൂക്ക ചിത്രം. കൊച്ചിയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ് ഡൊമിനിക്. ആൻഡ് ഡൊമിനിക്കിൻ്റെ സൈഡ് കിക്കാണ് വിക്കി. ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നൊക്കെ പേരേ ഉള്ളൂ. അവർ മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്ട്രാ മാരിറ്റൽ കേസുകളും അതുപോലെ തന്നെ സിമ്പിൾ പെറ്റി കേസുകളുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡൊമിനിക്കിൻ്റെ ഹൗസ് ഓണറായ മാധുരിക്ക് ഒരു പേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നും കളഞ്ഞു കിട്ടുന്നത്. അതിൻ്റെ ഓണറിനെ കണ്ടുപിടിച്ച് അത് തിരിച്ചേൽപ്പിക്കണമെന്ന മിഷൻ ഡൊമിനിക്കിനെ ഏൽപ്പിക്കുകയാണ് മാധുരി. ഒരു സിമ്പിൾ കേസാണെന്ന് വിചാരിച്ച് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഡൊമിനിക്കിന് മനസ്സിലാകുന്നത് ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് എ മിസ്സിംഗ് പേഴ്സ് എന്ന്. ആദ്യ പകുതിയിൽ ആരാണ് ഡൊമിനിക് എന്നും അതുപോലെ തന്നെ ഡൊമിനിക്കിൻ്റെ വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലുമാണ് സിനിമ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. വമ്പൻ ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നുമില്ല. ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അതുതന്നെയാണ് സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് കാണിച്ചു തരുന്നത്. ടു ദ പോയിൻ്റ് ആണ് കഥ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് സിനിമയ്ക്ക് ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ദി ക്ലൈമാക്സ് ഈസ് ഗോണ ബ്ലോ യുവർ മൈൻഡ്. കാരണം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനും ആ ഒരു ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഔട്ട് ഓഫ് ദി വേൾഡ് ആണോ, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ക്ലൈമാക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. പക്ഷേ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ആ ഒരു ക്ലൈമാക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ ക്ലൈമാക്സ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആക്കാൻ ദർബോക്ക ശിവൻ്റെ മ്യൂസിക്കും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവർക്കും വർക്കൗട്ട് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. തൊട്ടടുത്തിരുന്ന പുള്ളി സിനിമ തുടങ്ങിയ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പുള്ളി ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് സിനിമ കണ്ടു തുടങ്ങിയത് എന്ന് പറയാം. മമ്മൂക്ക ആസ് യൂഷ്വൽ തകർത്തു എന്ന് തന്നെ പറയാം. ഡൊമിനിക് എന്ന ക്യാരക്ടറിന് വേണ്ട ആ ഒരു വിറ്റ്നസ്, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവിന് വേണ്ടതായിട്ടുള്ള ആ ഒരു മാനറിസം ഒക്കെ മമ്മൂക്ക മനോഹരമായി തന്നെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തു. ധ്യാനായി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഗൂഗിളായിട്ട് തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു എന്നും പറയാം. പിന്നെ എടുത്ത് പറയേണ്ടതാണ് സുഷ്മിത ഭട്ട്. നന്ദിത എന്ന ക്യാരക്ടറിനെ മനോഹരമായിട്ടാണ് സുഷ്മിത അവതരിപ്പിച്ചത്. ക്ലൈമാക്സിലുള്ള ആ ഒരു ടക്കനുള്ള ട്രാൻസിഷനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. റിയൽ ലൈഫിൽ അവർ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അനായാസമായി ആ ട്രാൻസിഷനൊക്കെ കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നിയത്. പിന്നെ മാധുരിയായി എത്തിയ വിജി വെങ്കടേഷ് ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണോ അമ്മച്ചിമാർ ഇൻട്രാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വിജി വെങ്കടേഷ് സിനിമയിൽ അഭിനയിച്ചതെന്ന് പറയാം. ഓവർ ഡ്രാമാറ്റിക് ആവാതെ ആ ക്യാരക്ടറിന് വേണ്ട ഇമോഷൻസ് മാത്രം നൽകിക്കൊണ്ടാണ് വിജി ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തു എന്ന് പറയാം. പക്ഷേ ചിലയിടങ്ങളിൽ ആ ഓവർ സിംപ്ലിഫിക്കേഷൻ കാരണം പുള്ളിക്കാരത്തി ഇടുന്ന ആ ഒരു എക്സ്പ്രഷൻസൊക്കെ മേജർ റിവീലൊക്കെ നടത്തുമ്പോൾ കൺവിൻസിങ് ആയില്ല എന്ന് തന്നെ പറയാം. GVMൻ്റെ ഒരു ന്യൂ വേ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് തന്നെ പറയാം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. എന്നാൽ എന്തൊക്കെയോ അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നലും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. ഈ സിനിമ ഹിറ്റാണെങ്കിൽ ഇതിൻ്റെ സീക്വൽ ചെയ്യുമെന്നാണ് GVM ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. ആൻഡ് ഇതിലെ മിസ്റ്റേക്സ് ഒക്കെ സീക്വലിൽ റെക്ടിഫൈ ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. ഓവറോൾ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫും ഒരു ത്രില്ലിംഗ് സെക്കൻഡ് ഹാഫുമുള്ള വൺ ടൈം വാച്ചബിൾ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.